അധ്യക്ഷവേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, വേദിയിലുള്ള സുഹൃത്തുക്കളെ, ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ചടങ്ങിൽ സംബന്ധിക്കുവാൻ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഹൃദയരായ നിങ്ങളേവരെയും റീഡേഴ്സ് അസോസിയേഷൻ ഓഫ് തൃശ്ശൂരിന് വേണ്ടി ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. റീഡേഴ്സ് അസോസിയേഷൻ ഓഫ് തൃശ്ശൂർ വർഷം തോറും നടത്തിവരുന്ന റൈറ്റർ ഓഫ് ദി ഇയർ എന്ന ബഹുമതിക്ക് ഈ വർഷം അർഹനായിട്ടുള്ളത് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ സഹൃദയ ശ്രദ്ധ പിടിച്ചുപറ്റിയ പ്രശസ്ത നോവലിസ്റ്റ് ശ്രീ അരുൾ ആണ്. അദ്ദേഹത്തിന് ബഹുമതി പത്രവും ക്യാഷ് അവാർഡും സമ്മാനിക്കുന്നതിന് വേണ്ടിയാണ് നാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഹലോ. ജീവിച്ചിരിപ്പുണ്ടല്ലേ? എടാ മഹാഭാബി, ഫോൺ അറ്റൻഡ് ചെയ്യാതിരിക്കാനും മാത്രം ഞാൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? നീ സെന്റി അടിക്കാതെ കാര്യം പറടാ. ഫുഡ് അടിച്ചാ? എനിക്ക് വേണ്ട. എന്തു ആടേ ഈ വെളുപ്പാങ്കാലത്ത്? മണി 11 നിനക്ക് ഈ വാതിലൊക്കെ തുറന്നിട്ടൂടെ? കുറച്ച് വെട്ടം വിളിച്ചാൽ കേറ്റിഷ്ടാ. അല്ല, നീ കഴിക്കുന്നില്ലേ? എനിക്ക് വിശപ്പില്ലടാ. ഓ, നിന്റെ മറ്റേ വന്നിട്ടുണ്ടാവുംല്ലേ? എന്ത് ബ്ലോക്കാടാ? റൈറ്റേഴ്സ് ബ്ലോക്ക്. ആ പബ്ലിഷർ പെണ്ണുമ്പിളെ കൊണ്ട് തോറ്റിഷ്ട. വിളിയോട് വിളിയാണ്. ഞാനാണെങ്കിൽ ഒന്നും എഴുതി തുടങ്ങിയിട്ടുമില്ല. ഇനി ആകെ 1 മാസത്തെ സമയമുള്ളൂ. എനിക്കാണെങ്കിൽ ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ബേജാറടിക്കല്ല ഇഷ്ടാ. വേണമെങ്കിൽ ഇതിന്നൊരു പഫ് എടുത്തോ, ടെൻഷൻ പമ്പ എടുക്കും. തുടങ്ങി ചാവാൻ വേറെ എന്തെല്ലാം വഴികളുണ്ട് ഇഷ്ട. അവന്റെ ഒരു ടെൻഷൻ ഫ്രീ സൊല്യൂഷൻ. ഛേ, കളഞ്ഞ്. അയ്യോ, എന്റെ ബാഗ്. കള്ളൻ. ബാഗ് വാങ്ങണം. വാ, എഴുന്നേക്ക്. പതുക്കെ. ദാ കുടിക്ക്. നല്ല വിശപ്പുണ്ടല്ലേ? പതുക്കെ. എൻ്റെ പേര് മജീദ്. ഇതിനു മുമ്പേ ഞാൻ ഒരിക്കലും കട്ടിട്ടില്ല സാറേ. കളവ് പോയിട്ട് അങ്ങനെയുള്ളൊരു വിചാരം പോലും എനിക്കുണ്ടായിട്ടില്ല. എനിക്ക് ഉറ്റവരും ഇടയരുമായി ഒരേ ഒരു മകളേ ഉള്ളൂ, ആയിഷ. അവൾ ഒരു അനാഥാലയത്തിലാണ്. എൻ്റെ മോൾക്ക് കിഡ്നിയുടെ അസുഖമാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി വെക്കേണ്ടി വരും. അവൾക്ക് എൻ്റെ കിഡ്നി ചേരുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പക്ഷെ ഓപ്പറേഷന് നല്ലൊരു സംഖ്യ വേണം. അതിന് ഞാൻ എന്താ ചെയ്യും? മജീദിന് ജോലി എന്തെങ്കിലും? ഒരു കരിങ്കൽ കോറിയിൽ പണിയെടുത്തിരുന്നു. പാറ പൊട്ടിക്കുന്നതിനിടയിൽ എനിക്കൊരു അപകടം സംഭവിച്ചു. ഏകദേശം 1 വർഷക്കാലം മരുന്നും ചികിത്സയും ആശുപത്രിയുമായി ഞാൻ കഴിഞ്ഞു. ഉണ്ടായിരുന്ന ചെറിയ സ്ഥലവും വീടും നഷ്ടപ്പെട്ടു. അത്ര തന്നെ. 14 വയസ്സായ മകളെയും കൊണ്ട് ഈ കാലത്ത് കടത്തണ്ണയിൽ കഴിയാൻ പറ്റുമോ മാഷെ? എന്നിട്ട്
എന്നെ നല്ലോണം അറിയുന്ന ഒരാൾ ജോലി ചെയ്യുന്ന അനാഥാലയത്തിലാക്കി മോളെ. അവൾ അവിടെയാണ്. അല്ല മാഷെ, എന്റെ കഷ്ടപ്പാടുകൾ പറഞ്ഞ് നിങ്ങളെ ഞാൻ കുറെ വേദനിപ്പിച്ചു അല്ലേ? സത്യത്തിൽ നിങ്ങൾ ആരാ എന്നെ ഇത്രമാത്രം സഹായിക്കാൻ? ഞാനൊരു മനുഷ്യൻ, മജീദിനെ പോലെ ചോരയും നീരുമുള്ള ഒരു മനുഷ്യൻ. അതെന്താ ചിരിച്ചു കളഞ്ഞ? മനുഷ്യൻ എന്ന ജീവി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അറിയാതെ ചിരിച്ചു പോയതാ. എനിക്ക് മജീദിന്റെ മകളെ കാണണം ഇപ്പൊ തന്നെ, എന്റെ പുതിയ സഹോദരി. അതിനെന്താ? അല്ല, നമ്മളെന്താ ഇവിടെ? ആയിഷ മോളെ ആദ്യമായിട്ട് കാണാൻ പോവല്ലേ, അപ്പൊ ഒരു സമ്മാനമൊക്കെ മേടിക്കണ്ടേ? എന്താ വേണ്ടേ? ചേച്ചി 14 വയസ്സുള്ള പെൺകുട്ടികൾക്കുള്ള ഉടുപ്പ്. ശരി. മജീദേ, ഓ ഇത് വെച്ചോ. അല്ല, ഇതെന്താ? ഇയാളുടെ ഈ മുഷിഞ്ഞ ഷർട്ടൊക്കെ ഒന്ന് മാറ്റണം. അല്ല, അതൊന്നും സാരല്ല, വാ ഇതെടുക്കാം അല്ലേ? ചേച്ചി ഇത് പാക്ക് ചെയ്തോളൂ. തണൽ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഇരിക്കൂ. ആയിഷ മോളെ ഒന്ന് കാണണം. ഐഷാനെ ഇങ്ങോട്ട് വിടൂ കേട്ടോ. വാപ്പ വന്നിട്ടുണ്ടെന്ന് പറയൂ. വാലേക്കും സലാം. എന്താ മോളെ ഇത്? എന്റെ ഇക്ക അന്ന് കരുതിക്കോ മോളെ. ഇന്നാ മോളെ, മോൾക്ക് ഇക്കായുടെ ഒരു സമ്മാനം. കഴിഞ്ഞ്. മജീദ്, അസ്സലാമലൈക്കും. വാലേക്കും സലാം. പുതിയ ചങ്ങായി. ഇത് വഴിന്ന് വീണിട്ട് എന്റെ പുതിയ ചങ്ങായി. നമസ്കാരം. നമസ്കാരമുണ്ട്. ബാപ്പയും മോളും കണ്ടിട്ട് കുറെ നാളായല്ലോ. അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാണ്ടാവും. നിങ്ങൾ ഇവിടെ ആദ്യമായിട്ടല്ലേ? ഞമ്മക്ക് ഇവിടെ ഒന്ന് ചുറ്റി കാണാം. എന്തേ? ഐഷയുടെ രോഗാവസ്ഥ വളരെ മോശമാണ്. ഡോക്ടേഴ്സ് പറയുന്നത് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണമെന്നാണ്. പക്ഷേ അതിനുള്ള തുക ഞാൻ കുറെ സ്പോൺസേഴ്സിനെ ശ്രമിച്ചായിരുന്നു. പക്ഷെ അവരെല്ലാം പറയുന്നത് അത് നടക്കൂലെന്നാ. എന്താച്ചാ ഐഷ തികച്ചൊരു അനാഥയല്ലല്ലോ. അല്ലാരുള്ള അരുളിന് ഇതിലെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഞാൻ ഒരു അനാഥനാണ്. എനിക്കാകെയുള്ളത് എൻ്റെ ഒരു സുഹൃത്ത് അഭയ്. അവനും ഒരനാഥനാണ്. ഞങ്ങൾ ഒരേ അനാഥാലയത്തിലായിരുന്നു. ഞാനൊരു എഴുത്തുകാരനും അവനൊരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവും. അവന് കിട്ടുന്ന ശമ്പളം കൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത്. ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ എൻ്റെ നിസ്സഹായാവസ്ഥ തുറന്നു പറഞ്ഞതേ ഉള്ളൂ. ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചായിരിക്കില്ല അല്ലേക്കാ? പഠിച്ചോൻ കാക്കട്ടെ. റൈറ്റർ ഓഫ് ദി ഇയർ അവാർഡും അവാർഡ് തുകയായ 1,00,000 രൂപയും ഏറ്റുവാങ്ങുവാൻ ശ്രീമാൻ അരുളിനെ ഈ വേദിയിലേക്ക് സഹർഷം ക്ഷണിച്ചുകൊള്ളുന്നു. ഇവിടെ അഭയ് അരുൾ. എന്താ ഇത് അരുൾ ഇവിടെ തരാൻ പറഞ്ഞു. ശരി, വായോ. അരുളിന്റെ സുഹൃത്ത് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവാർഡ് വാങ്ങുന്നതിനായി അദ്ദേഹത്തെയും അവാർഡ് നൽകുന്നതിനായി ഹെറാൾഡ് മറൈൻ ചെയർമാൻ മിസ്റ്റർ റോഷനെയും ഞാൻ ക്ഷണിക്കുന്നു. ചേട്ടാ, ഒരു മിനിറ്റ്. എന്താ പേര്? മജീദ്. എന്താ, അറിയോ? ഇല്ല. അങ്ങനെ മജീദും ഐഷയും എന്ന കഥാപാത്രങ്ങളുടെ ജീവിതത്തിൽ നിന്നും അരുൾ എന്നേക്കുമായി മാഞ്ഞുപോയി.